ഗായ്സ് ദേ ഞാൻ വന്നു കേട്ടോ. ഇത് ഒരു സ്മോൾ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ വീഡിയോ ആണ്. എല്ലാവരും എൻജോയ് ചെയ്യണേ. ചടപടി എന്നുള്ളൊരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇത് എന്തായാലും കണ്ട് സർപ്രൈസായി. ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തോ കളത്ത രണ്ടാൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, ബട്ട് ഇത്രയും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. ബട്ട് സോ ഹാപ്പി ഫോർ ദാറ്റ്. ഗോപേട്ടന് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആളിപ്പോഴും എങ്ങനെയാണ് ഇതൊക്കെ നടന്നത് എന്നുള്ള ചിന്തയിലാണ്. കിച്ചുവേട്ടൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണ്ടായിരുന്നു, ഇതൊക്കെ എപ്പോഴാണ് നടന്നത്. അതിൻ്റെ ഇടയിലാണ് എനിക്ക് കിച്ചുവേട്ടൻ്റെ ഒരു തഗ് ഡയലോഗ്, ഡോറ് തുറന്നപ്പോൾ ഒരു 2 countries വൈബ് ഉണ്ടായിരുന്നു. എത്ര പെട്ടെന്നാലേ ഓരോ വർഷങ്ങൾ കടന്നു പോകുന്നത്. ഞങ്ങളിപ്പോൾ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാണ്. കല്യാണമൊക്കെ ഇതേ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതും സീക്രട്ടായിട്ടേ. പക്ഷേ അതെങ്ങനെ അവിടെ സെറ്റ് ചെയ്യും, എവിടെ സെറ്റ് ചെയ്യും, എപ്പോൾ സെറ്റ് ചെയ്യുമെന്നൊന്നും ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഫൈനലി ഒരു ഗ്യാപ്പ് കിട്ടി. ഇവർ നൈറ്റ് ഫുഡ് വാങ്ങിക്കാൻ പോയ ഗ്യാപ്പ്. ആ ഗ്യാപ്പിൽ എല്ലാതും അങ്ങനെ സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രിപ്പറേഷൻസും വീഡിയോസ് എടുക്കലും കേക്ക് കട്ടിങ്ങും എല്ലാവരും ചെയ്തത്. ഈ ആനിവേഴ്സറിക്ക് നമുക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ ട്രിപ്പാണ് നമ്മുടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ സഡൻലി ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു ആ ഒരു ടൈമിൽ. പിന്നെ എൻ്റെ കയ്യിൽ ഗിഫ്റ്റൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നടക്കുമ്പോഴും ഒന്നും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എവിടുന്നാണ് വന്നത് എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുക എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റിയിൽ. ഈ സമയത്തെ അവിടെ ഓരോരുത്തരും ഓരോന്നായിരുന്നു കേട്ടോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒരാൾക്ക് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത് ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഒരാൾക്ക് അവിടെ അയ്യോ എപ്പോഴാണ് ഇനി കേക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുക എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. ഒരാൾക്ക് അവിടെ ഇനി കേക്ക് കട്ട് ചെയ്ത് കഴിച്ച് എൻ്റെ കലോറി കൂടി എൻ്റെ ഡയറ്റ് ബ്ലോക്ക് ആവുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ഒരാൾക്ക് അവിടെ എൻ്റെ കൈ കഴിച്ചിട്ട് കഴിഞ്ഞാൽ എപ്പോഴാണ് ഈ വീഡിയോ എടുത്ത് കഴിയുക എന്നുള്ളൊരു ചിന്തയിലായിരുന്നു കേട്ടോ. അങ്ങനെ ടോട്ടലി മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു ആ റൂമിൽ ആ ടൈമിൽ. ഗിഫ്റ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത ആനിവേഴ്സറി ഇപ്പോൾ ഫുൾ ഓഫ് ഗിഫ്റ്റ് മാത്രമായില്ലേ. ഇതാ വീണ്ടും നമ്മളെ വീട്ടിൽ റിട്ടേൺ വന്നു കഴിഞ്ഞിട്ടൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണേ. അതും ഒരു സർപ്രൈസ് ആയിരുന്നു. ഈ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ ഒരാൾക്കല്ല എക്സൈറ്റ്മെൻറ്റ്, 2 പേർക്കാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് നമ്മുടെ ദേവുട്ടിയാണ് ഇതിൽ സോ എക്സൈറ്റഡ്. എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ, കളിപ്പാട്ടാണോ എന്നുള്ള ചിന്തയിലാണ് അവൾ. മുഖത്തൊക്കെ തെളിച്ച മയ്യടാ. ഈ തുള്ളിച്ചാടി പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? അത് എനിക്കുള്ള സർപ്രൈസിന് വേണ്ടിയിട്ടായിരുന്നു ഗൈസ്. നിങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇത് ഫുള്ളി എൻ്റെ സർപ്രൈസസ് മാത്രമായിരുന്നു സ്റ്റാർട്ടിങ് തൊട്ട്. ഇതിപ്പോൾ സഡൻലി എനിക്കുള്ള സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് ആയിരുന്നു. എൻ്റെ 2 ഉണ്ടക്കണ്ണ് തള്ളി നിൽക്കുന്ന കണ്ടോ? നമ്മൾ സർപ്രൈസ് തന്ന് കണ്ണ് തള്ളിപ്പോയി എന്ന് പറയില്ലേ. ആദ്യമൊന്നും ഞാൻ എക്സൈറ്റ്മെൻറ്റിൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഒന്ന് ചമ്മിപ്പോയിരുന്നു. ആരും അത് കണ്ടില്ല എന്ന് വിചാരിക്കുന്നു. എനിവേയ്സ്, ഈ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് തന്നൊരു പ്രീഷ്യസ് ഗിഫ്റ്റായിരുന്നു അത്. എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു, പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഗിഫ്റ്റ് കൊടുക്കാൻ കാരണം നമ്മുടെ ഗോകേട്ടനൊരു വണ്ടി ഭ്രാന്തനാണ്. വണ്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 100 നാവാണ് ആൾക്ക്. നമുക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക് സംസാരിക്കാമെന്ന് പറഞ്ഞാലും ഈ ടോപ്പിക്ക് പറയുന്നതിന് അത്രയും ഒരു എക്സൈറ്റ്മെൻറ്റും അത്രയും ഒരു ഡെഡിക്കേഷൻ വേറെ ഒന്നിലും ഞാൻ കണ്ടിട്ടില്ല. ആക്ച്വലി ഈ ഗിഫ്റ്റ് കൊണ്ടുവന്നത് ഗോകേട്ടൻ തന്നെയാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു കോർണർ സ്റ്റാൻഡാണ്, നമുക്ക് റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞത്. ഫൈനലി അത് ഓപ്പൺ ചെയ്തപ്പോഴാണ് അറിയുന്നത് അത്
ഗോഗേട്ടിന് തന്നെയുള്ള ഗിഫ്റ്റ് ആയിരുന്നു. ഫൈനലി ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ എൻഡ് ആയിട്ടോ. എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും നന്മയും മാത്രം ആഗ്രഹിക്കുന്നു. ഇനി കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക്സ് എ ലോട്ട് ഫ്രം ഓർ അറൗണ്ട് ഐഷു.